ബ്രസീലിയൻ ജ്യോതിഷി അഥവാ പ്രവാചകനായ അദോ സലോമി സോഷ്യൽ മീഡിയയിൽ വൈറലായ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ്. നേരത്തെ ലോകകപ്പിൽ ആര് കപ്പടിക്കുമെന്ന് കൃത്യമായി അദ്ദേഹം പ്രവചിച്ചിരുന്നു. അതുമാത്രമല്ല, ഫൈനൽ കളിക്കുന്ന ടീമുകൾ ആരൊക്കെയാകാമെന്നും നേരത്തെ തന്നെ സലോമി പ്രവചിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പുതിയ പ്രവചനങ്ങൾ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നവയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കോൺസ്പിറസി തിയറികളെക്കുറിച്ചാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യർക്ക് വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ചും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. തന്നെ ഇല്ലുമിനാറ്റിയുടെ ചാരനായിട്ടാണ് പലരും കാണുന്നതെന്ന് സലോമി പറയുന്നു. ഇതിനു മുൻപ് പല കാര്യങ്ങളും താൻ അവരുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് താൻ അവരുടെ ആളാണെന്ന് പലരും വിശ്വസിക്കാൻ കാരണം. പക്ഷേ ഇല്ലുമിനാറ്റിയുമായി തനിക്ക് യാതൊരു ബന്ധമില്ലെന്നും സലോമി വ്യക്തമാക്കി. ഇല്ലുമിനാറ്റി എന്ന സംഘടനയുടെ വാദങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് സലോമിയുടെ പ്രവചനത്തിലുണ്ട്. ലോകത്തെ നയിക്കുന്ന ഒരു ശക്തിയുണ്ടെന്ന് കോൺസ്പിറസി തിയറികൾ വിശ്വസിക്കുന്നുണ്ട്. 1776 ജർമ്മനിയിലെ ബവാരിയയിലാണ് ഈ രഹസ്യ സമൂഹം രൂപം കൊണ്ടത്. അന്നത്തെ ജൂറിസ്റ്റായ ആദം വെയ്ഷോപ്റ്റാണ് ഇല്ലുമിനാറ്റി എന്ന സംഘടന രൂപീകരിച്ചത്. എന്നാൽ അന്നത്തെ ഭരണാധികാരി കാൾ തിയോഡോഷർ അധികാരത്തിലെത്തിയ ശേഷം ഈ അധികാര വിഭാഗത്തെ പിരിച്ചുവിട്ടെന്നും 1785 അത് സംഭവിച്ചുവെന്നും സലോമി വെളിപ്പെടുത്തി. ഇല്ലുമിനാറ്റി എന്ന രഹസ്യ വിഭാഗത്തെ പിരിച്ചുവിട്ടെങ്കിലും ഇന്നും ലോകത്തെമ്പാടുമുള്ള സർക്കാരുകളെയും സമൂഹത്തെയും നിയന്ത്രിക്കുന്നത് ഇല്ലുമിനാറ്റിയാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇതിന് വലിയ ആരാധകരുമുണ്ട്. അമേരിക്കൻ ചരിത്രകാരനായ മിച്ച് ഹോറോവിറ്റ്സ് ഈ ആശയത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതും സലോമി ചൂണ്ടിക്കാണിച്ചു. ജനങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണം ലോകത്തെ ഒരു രഹസ്യ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്നുവെന്നത് കേൾക്കാൻ പലരും താല്പര്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അവരത് വിശ്വസിക്കുന്നതെന്നും ഹോറോവിറ്റ്സ് പറഞ്ഞിട്ടുണ്ടെന്ന് സലോമി പറഞ്ഞു. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റ് കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.